ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനി കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലോ ഒരു കർമ്മവും, നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായി സുമോർക്ക നീ. വഹ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിനാ പരിഗ്രസ്തമം ലോകവും ആലോലചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമ എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലേ അന്തരായി കൂടി വിയോഗം വരുമ്പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണ, മൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനും ഉദിച്ചിതു വേഗേന, യാദ്വപതിയിൽ മറഞ്ഞിരു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി, വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. സദാകാലവും ശ്രദ്ധാഭക്തികളോടെ ഒരിക്കലും പിരിയാത്ത കൂടെ കഴിഞ്ഞ് സേവകളിലൂടെ അന്ധക്കരണ ശുദ്ധി കൈവന്ന ലക്ഷ്മണനോട് രാമൻ അതിഗൂഢമായ തത്വങ്ങളാണ് ഉപദേശിച്ചത്. അയോധ്യാകാണ്ഡത്തിൽ ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ലക്ഷ്മണോപദേശത്തിൽ സർവശാസ്ത്രങ്ങളും വേദാന്ത തത്വങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വേദാന്ത പ്രക്രിയയിലെ ഒട്ടനവധി ഭാഗങ്ങൾ സ്പർശിച്ചുകൊണ്ടാണ് രാമൻ ഉപദേശിക്കുന്നത്. ഇവിടെ ലക്ഷ്മണൻ എന്ന ഉത്തമ ശിഷ്യനെ സഹോദരൻ എന്നതിലുപരി മനസ്സിലാക്കിയ രാമൻ മനുഷ്യ ജീവിതത്തിൻ്റെ സാഫല്യം എന്ത്, അത് അനുഭവിക്കേണ്ടത് എങ്ങനെ, പുലർത്തേണ്ട മനോഭാവം എന്ത് തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്മണനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രപഞ്ചത്തിലെ സകല മനുഷ്യർക്കുമായി ഉപദേശിക്കുകയാണ് ലക്ഷ്മണോപദേശത്തിലൂടെ ചെയ്യുന്നത്. ഞാൻ ദേഹമാണ് എന്ന പരിമിതമായ അഭിമാനത്തിൽ നിന്നാണ് ഞാൻ എന്ന ഭാവം രൂപം കൊള്ളുന്നത്. ഞാൻ ഈ ദേഹമല്ല, ആത്മാവാണ് എന്ന ബോധം ഉള്ളിൽ തെളിയുന്നതാണ് ജ്ഞാനം. കാമം, ക്രോധം, ലോഭം, മോഹം ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ വളരുന്ന ശത്രുക്കളാണ്. വ്യക്തിയെ നാശത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നത് ക്രോധമാണ്. ക്രോധം മനസ്സിൽ വരുമ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റും, ബുദ്ധി നന്നായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. ക്രോധം ധർമ്മത്തിൽ നിന്ന് വ്യക്തികളെ വ്യതിചലിപ്പിക്കുന്നു, മരണത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് നല്ല മനുഷ്യർ, ക്രോധത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഭഗവത്ഗീതയിൽ 11 ശ്ലോകങ്ങളിൽ 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 11 ശ്ലോക
കൃഷ്ണനിലൂടെ നാം അത് കേൾക്കുന്നു. ശ്രീരാമനാമം ജപസാരസാഗരം ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം മേദദ്ധി രാമായണം.